എല്ലാം ശരിയാവും. കേട്ട് നല്ല പരിചയമുണ്ടല്ലേ? എന്നാൽ ചില 13-ാം മണിക്കൂർ എല്ലാം ശരിയാക്കലുകളെ കുറിച്ച് സംസാരിക്കാം. എല്ലാം ശരിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ LDF സർക്കാർ പല ജനകീയ വിഷയങ്ങളിലും തീരുമാനമെടുക്കുകയാണ്. അതും 10ാം വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മാരത്തൺ മന്ത്രിസഭാ യോഗത്തിൽ. അതിലെ പ്രധാനപ്പെട്ടത് ശബരിമല യുവതീ പ്രവേശനത്തിലെടുത്ത U-ടേൺ ആണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകാനാണ് സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളെ ഒപ്പം നിർത്താൻ CPM നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ മലക്കം മറിച്ചിൽ. 2018 സെപ്റ്റംബർ 8-നായിരുന്നു ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി. പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ സർക്കാർ വിധിയെ അനുകൂലിച്ചിരുന്നു. യുവതീ പ്രവേശന വിഷയത്തിൽ നവോത്ഥാന സമിതി രൂപീകരിച്ച സർക്കാർ വനിതാ മതിലും സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകും. അടുത്ത പ്രധാന തീരുമാനം വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം 14 ലക്ഷമാക്കി ഉയർത്താൻ ഇന്നലെ വൈകുന്നേരം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു എന്നതാണ്. 10 ലക്ഷം രൂപ വനംവകുപ്പിന്റെ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും നൽകാനാണ് തീരുമാനിച്ചത്. നിലവിൽ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയായിരുന്നു നൽകിയിരുന്നത്. പാമ്പിന്റെ കടി, തേനീച്ച, കടന്നൽ എന്നിവയുടെ കുത്തേറ്റ് മരിക്കുന്നവരുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുകയും 10 ലക്ഷമാക്കി ഉയർത്തി. നിലവിൽ ഇത് 4 ലക്ഷമായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രികളിൽ കിടന്ന് ചികിത്സ തേടേണ്ടി വരുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക പരമാവധി 2 ലക്ഷമാക്കി ഉയർത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ പരമാവധി 1 ലക്ഷമായിരുന്നു നൽകിയിരുന്നത്. വന്യജീവി ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ് ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വരുന്നവരുടെ പരമാവധി നഷ്ടപരിഹാര തുക 1 ലക്ഷമാക്കി ഉയർത്തി. ഇതൊന്നും കൂടാതെ ഇടുക്കിയിൽ ഭൂപതിവ് ചട്ടം ലംഘിച്ച് നിർമ്മിച്ച 5000 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വ്യാപാര വാണിജ്യ കെട്ടിടങ്ങളും സൗജന്യമായി ക്രമപ്പെടുത്തി നൽകാനുള്ള പെർമിഷൻ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ചേർന്ന മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇന്ന് 2ാം ശനിയാഴ്ച അവധിയായിരുന്നിട്ട് കൂടി ഉത്തരവായി ഇറക്കാൻ വകുപ്പ് സെക്രട്ടറിമാർക്ക് ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.